ദുരന്ത നിവാരണം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ മാത്രം ചുമതലയല്ല, കേന്ദ്രത്തിന്റെ കൂടി ഭാഗമാണ്. പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടിയുണ്ട്, PM കെയർ ട്രസ്റ്റ്. അതിന് ഓഡിറ്റ് ഇല്ലാത്തതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് വേണം കുറച്ച് പൈസ കൊടുക്കായിരുന്നു. ഗംഭീരായിട്ടുണ്ട്. കാരണം PM കെയർ ട്രസ്റ്റ് ഏഴ് ഓഡിറ്റിന് വിധേയമല്ല. വരവും ചെലവും ആരും അറിയത്തില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അങ്ങനെയല്ല. ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞപ്പോൾ വകമാറ്റി ചെലവഴിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ വകമാറ്റി ചെലവഴിക്കാൻ പറ്റത്തുമില്ല. നിനക്ക് നാടകത്തിൽ അഭിനയിച്ചാൽ പരിചയം ഉണ്ടല്ലേ? എന്തിനാ ഓവർ ആക്ടിംഗ് ഒക്കെ? 1 രൂപയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞാൽ 9 രൂപയ്ക്ക് അഭിനയിക്കണ്ടേ കേട്ടോ. നമ്മളൊരു ചർച്ച വരുമ്പോൾ മാന്യമായ ഒരു ചർച്ചയ്ക്കകത്ത് വേണ്ടാത്ത വർത്താനം പറഞ്ഞാൽ വസ്തുതകൾ മറ്റുള്ളത് പോലും ഇന്ന് പറയണ്ടെന്ന് വെച്ച് പറയിപ്പിക്കാൻ വന്നാൽ പിന്നെ പറഞ്ഞാൽ മതിയാവും. ഇപ്പൊ കേരളത്തിൽ തന്നെ പ്രളയം വന്നപ്പോൾ കേന്ദ്ര സർക്കാർ നമുക്കിവിടെ അരിയെല്ലാം തന്നു, സൗജന്യ റേഷനായിരുന്നു. അപ്പൊ അത് കേന്ദ്രത്തിന്റെ സൗജന്യ റേഷനാണ്, നരേന്ദ്രമോദിയുടെ ആന്നൊക്കെ പറഞ്ഞ് BJPക്കാരൊക്കെ നല്ല പ്രചരണമൊക്കെ നടത്തി. മുഖ്യ ദുരിതം വന്നപ്പോ കേരളം 20 ലക്ഷം കൊടുത്തു, 2 ലക്ഷമായിരുന്നു മോദിയുടെ വക. കൂടുതലൊന്നുമില്ല, ഒരു 3 എണ്ണം 3 കിളി പറന്നു പോയിട്ടുണ്ടോ. തമിഴ്നാട് സർക്കാർ കൊടുത്ത പൈസ അത്ര ഇല്ലാത്ത കൊണ്ട് തമിഴ്നാട്ടുകാർ പറഞ്ഞു കേരളത്തിന്റെ പാക്കേജാണ് നല്ലത്, അത് ഞങ്ങൾക്ക് മതി. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന അനിൽകുമാർ ഇങ്ങനെ കളവ് പറയരുത്. ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ആരും ശ്രമിക്കരുത്. ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ, എത്രയോ കോടി രൂപ ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോൾ വയനാടിന് വേണ്ടി വന്നിട്ടുണ്ട്. എന്താ ഉറക്കം വരുന്നു. ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, വയനാട്ടിലേക്ക് വരുന്ന ഓരോ രൂപയും വയനാട്ടിൽ ചെലവാക്കണം. 100% ഞാൻ യോജിക്കുന്നു.